അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 വിന്നർ. ആദ്യമായിട്ടാണ് ബിഗ് ബോസിൻ്റെ ആ ക്ലൈമാക്സ് സീൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫണ്ണി ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് രണ്ടുപേരും ജയിക്കണമെന്നില്ലായിരുന്നു. രണ്ടും പാഴുകളാണ്. അത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ആ ഷാനവാസിനെ ഔട്ടാക്കാൻ കാരണം ഈ തൊപ്പിയാണ്. ആൾക്കാർ തൊപ്പി അഖിൽമാരാനും തമ്മിലുള്ള ഇഷ്യൂ, തൊപ്പി വോട്ട് ചോദിക്കുന്നു ഇതാണെന്നും പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വെളിയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഈ തൊപ്പി അഖിൽമാരാർ ഇഷ്യൂവിനെക്കാട്ടിലും വലുതായിട്ട് ഞാൻ കാണുന്നത് തൊപ്പിയുടെ ഇൻഫ്ലുവൻസാണ്. തൊപ്പിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ തൊപ്പി സ്വാഭാവികമായിട്ട് വോട്ട് ചോദിക്കുമ്പോൾ ഒരു 50,000 മുതൽ 1,00,000 വോട്ട് വരെ വരാനുള്ള സാധ്യതയുണ്ട് അയാൾ വോട്ട് ചോദിക്കുന്ന ആൾക്ക്. അതാണ് സംഭവിച്ചത്. ഈ അനീഷ് ഒന്നുമില്ലാതെ 3-ാം സ്ഥാനത്ത് പോകേണ്ട ആൾ, അല്ലെങ്കിൽ 4-ാം സ്ഥാനത്ത് പോകേണ്ട ആൾ, അവനെ പൊക്കിയെടുത്ത് ഈ സെക്കൻഡ് പ്ലേസ് വരുത്താൻ കാരണം തൊപ്പിയാണ്. പിന്നെ തൊപ്പിയും അഖിൽമാരാനും തമ്മിലുള്ള ഇഷ്യൂ കണ്ടാൽ ആകെ വളിപ്പാണ്. എന്താണ് ഇത്? രണ്ടുപേരും ചേർന്നിട്ടുള്ള സ്ക്രിപ്റ്റാണെന്നേ ഞാൻ പറയുള്ളൂ. ആൾക്കാർ പറയും നിനക്ക് ഭ്രാന്താണെന്നൊക്കെ പറയും. അതെന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമുക്കെന്താ അല്ലേ. തൊപ്പിയും അഖിൽമാരാനും തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ലൈമാക്സും ഒരു മറ്റേ ഫൈറ്റ് സീനും ഒരു മറ്റേ സെൻറ്റിമെൻറ്റും ഒരു അണ്ണാ തമ്പി എന്നുള്ള രീതിയിലുള്ള അഭിനയമൊക്കെ ആയിരുന്നു രണ്ടും കൂടെ. നീ അടുത്ത ഒരാഴ്ചയ്ക്കുള്ള അരി മേടിക്കടാ എൻ്റെ പേരും പറഞ്ഞ് അപ്പോൾ അഖിൽമാരാർ പറയുന്നത് അതിൻ്റെ ആവശ്യം എനിക്കില്ല, നിൻ്റെ വാപ്പയാണോ നീ വിളിച്ച വാടാ പോടാന്നുള്ള ഒരു സംസാരം തൊപ്പിയുടെ ഒരു ശൈലി ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് സംഭവമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവസാനം പുള്ളി ആ വിനു എന്ന് പറയുന്ന ആളുടെ നമ്പരും കൊടുക്കുന്നുണ്ട്. നീ തന്നെ വിളിച്ചു നോക്കി, മറ്റേ എലി പോലെ മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഇങ്ങനെ ചോടിക്കേറി വന്നതാണ് അഖിൽമാരാറിനെ ഫീൽഡിൽ നിന്ന് നീ ഔട്ടായി എന്നൊക്കെ പറയുന്നുണ്ട് തൊപ്പി. അതൊക്കെ കേട്ടിട്ടും അഖിൽമാരാർ സാധാരണ അങ്ങനെ റിയാക്ട് ചെയ്യാതെ പോകുന്ന വ്യക്തിയല്ല. അത് എനിക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് തോന്നിയത് ഇവരുടെ ഈ ഫോൺ കോൾ. കാരണം 2 ദിവസം മുമ്പേ വിളിച്ചു, നീ എനിക്ക് മെസ്സേജ് അയച്ചല്ലോ അതും കൂടെ പറ എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ ഇവരുടെ കുളം തോണ്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പക്ഷേ നമ്മുടെ ഓൺലൈൻ മീഡിയയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഫുള്ള് തൊപ്പിക്ക് സപ്പോർട്ടാണ്. ഓ നീ ഇത്രയ്ക്കും ഭയങ്കരമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോടാ, ഓ വണ്ടർഫുൾ മാൻ, ഓ ഗ്രേറ്റ് മാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ തൊപ്പിയെ പൊക്കിയെടുത്ത് അടിക്കാനാണ് തോന്നുന്നത്. തറയിൽ പൊക്കിയെടുത്ത് എറിയാൻ അവനെ ചില സമയങ്ങളിലൊക്കെ തോന്നുക. സാധാരണ അങ്ങനെയാണ് അവൻ്റെ ഒരു സംസാരം, അവൻ്റെ കുറേ സ്ട്രാറ്റജി, അവന് ഇതുപോലത്തെ സ്ട്രാറ്റജി തന്നെയാണ്. അത് കണ്ട് പൊട്ടന്മാരാവാൻ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഫുള്ള് ചർച്ചാ വിഷയം തൊപ്പിയും ഈ അഖിൽമാരാരും. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചത് അനീഷ് കയറി വന്നു സെക്കൻഡ് പ്ലേസിന്. ആ ഷാനവാസ് പാവം അവൻ 3rd പ്ലേസ് ആയിപ്പോയി. അതാണ് ഇതിനകത്ത് സംഭവിച്ചത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ഇൻഫ്ലുവൻസാണ്. ഇതുപോലെ ഓരോരുത്തരും വെളിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഷോയിലൊക്കെ ഏത് ഉടനും ജയിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം ജിൻഡോയുടെ കാര്യവും പിന്നെ ഈ കൊല്ലത്തെ ഈ അനീഷ് കയറി വന്നത്. അനീഷ് എന്ത് മാങ്ങാത്തൊലിയാണ് കാണിച്ചത് അകത്ത്. അനുമോള് ചുമ്മാ കരച്ചിലിൻ്റെ ഇതായിരുന്നു, ചുമ്മാ ട്വിസ്റ്റ് ചെയ്യലും കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു സംസാര ശൈലി തന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ മറ്റേ കോളേജിലൊക്കെ ആയിരുന്നെങ്കിൽ പണ്ടൊക്കെ കളിയാക്കപ്പെടുന്ന ചില സാറന്മാരുണ്ടായിരുന്നു. കോളേജിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ചില ആൾക്കാർ മറ്റേ പഴഞ്ചൻ ഒരുമാതിരി സംസാരം ഉണ്ടല്ലോ. അതിപ്പോൾ ജെൻസി കിഡ്സിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ തൊപ്പി പോലത്തെ ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇവന് ഒരു കോമണറാണ്, അതുകൊണ്ടാണ് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ തള്ളുന്ന കേട്ടാൽ നമ്മളും ചോറാ കഴിക്കുന്നത്. പ്ലീസ് നിർത്തിയിട്ട് പോവുമോ. അഖിൽമാരാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു. ആ ഒരു പുച്ഛിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അതായത് എന്ത് പറഞ്ഞാലും ഇയാൾ ഭയങ്കര സംഭവം, ഇയാൾ ഭയങ്കര ബുദ്ധിമാൻ, ഇയാൾ എല്ലാത്തിലും ഭയങ്കര വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന വ്യക്തി. ഉടനെ തൊപ്പിയുടെ അടുത്ത് ചോദിക്കുകയാണ് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കാവുന്നത്. എൻ്റെ പായി ഇതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ഫുള്ള് സ്ക്രിപ്റ്റഡ് പരിപാടിയാണ്. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് തൊപ്പിയുടെ അടുത്ത് സംസാരിക്കാം എന്ന് പറയണമെങ്കിൽ ഇയാൾക്ക് തൊപ്പിയെക്കുറിച്ച് എത്ര മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് ആൾക്കാരെ എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് അത് കേട്ടപ്പോൾ നമ്മുടെ കുറേ ആൾക്കാർ ഓൺലൈൻ മീഡിയയിൽ പറയുന്ന ഇയാൾ കിടന്ന് ഉരുളാന്ന്. തൊപ്പിയും പറയുന്നുണ്ട് നീ എന്തിനാടാ ഉരുളുന്നത്, നീ എന്തിനാടാ വിഷയത്തിൽ നിന്ന് മാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വക പരിപാടിയൊക്കെയാണെന്ന്. പക്ഷേ എനിക്ക് സങ്കടം തോന്നിയത് നല്ല ഒരു കണ്ടൻറ്ററായിരുന്നു. ഈ കണ്ടസ്റ്റൻ്റാണ് മറ്റേ ഷാനവാസ് സെക്കൻഡെങ്കിലും വരേണ്ടതാണ്. ഷാനവാസ് സെക്കൻഡ് പോലും വരാതെ ഈ മറ്റേ അനുമോള് കയറി വരണമെന്നുണ്ടെങ്കിൽ അനുമോൾക്കുള്ള വോട്ട് അനുമോൾക്ക് കിട്ടും. ഈ തൊപ്പി വിചാരിച്ചുകൊണ്ട് തൊപ്പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണോ അനുമോൾ വിജയിച്ചതെന്ന് വരെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ആൾക്കാർ കണ്ടിട്ട് ഇതെന്താടെ ഇത്, ഈ തൊപ്പി വോട്ട് ചോദിക്കുന്ന ആൾക്കാരൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നം കേട്ടോ. അപ്പോൾ തൊപ്പിക്കിട്ട് ഒരു കൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് തൊപ്പി സപ്പോർട്ട് ചെയ്ത ആളിനെ മനഃപൂർവ്വം തോപ്പിച്ചതാണോ എന്ന് വരെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. കാരണം അനീഷിന് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
ഷാനവാസിനെക്കാട്ടിലും സപ്പോർട്ട് അല്ലെങ്കിൽ അക്ബറിനെക്കാട്ടിലും സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് അതൊരു മാതിരി പണിയായിപ്പോയി. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉടനെ പറഞ്ഞു കളയുമ്പോൾ ഈ ഷോ എങ്ങനെയാണ്, ഈ ഷോയിൽ ചെറിയ ചെറിയ പാളിച്ചകൾ മതി, ഈ ഷോയിൽ സംഭവം എല്ലാം ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ചെയ്തത് ഒരുപാട് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെറിയ മിസ്റ്റേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കത് നെഗറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തള്ളിക്കളയും. എന്താ അല്ലേ, ഞാൻ ചുമ്മാതല്ല റേറ്റിങ്ങിൽ 3-ലൊക്കെ കിടക്കുന്നത് ഷോയെ. ഇത്രയും ആൾക്കാർ കണ്ടിട്ടും ലാലേട്ട വന്നിട്ട് തള്ളുന്നുണ്ട്. അയ്യോ 1 കോടി വോട്ടൊക്കെയാണ്, 1.5 കോടി വോട്ടൊക്കെയാണ്. കഴിഞ്ഞ സീസണെക്കാട്ടിലും ഏതാണ്ട് ഇരട്ടിയാണ്. അതായത് 1.8 ക്രോസ്, ഒരു 1.8 കോടി അത്രയും വോട്ടുകളാണ് നമുക്ക് ടോട്ടലായിട്ട്. പിന്നെ അകത്ത് പോയിട്ട് ഒരു മിസ്റ്റേക്കും ചെയ്തു. അത് ആദ്യമായിട്ട് വന്നത് അനീഷ്, രണ്ടാമത് വന്നത് അനുമോൾ എന്ന് പറഞ്ഞിട്ട് ഉടനെ ഇപ്പോൾ പോകുമ്പോഴങ്ങനെ തന്നെ എന്ന് പറഞ്ഞ അനുമോൾ അതവിടെ പൊട്ടിച്ചു. ആ ക്ലിപ്പിംഗ് ഞാൻ വെക്കാം, നിങ്ങളൊന്ന് കണ്ടുവെക്ക്. പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആദ്യം വന്ന ആള് അനീഷാണ്, രണ്ടാമത് വന്ന ആള് അനുമോൾ. തിരിച്ചു പോകുമ്പോഴും അങ്ങനെയാണ് നമ്മൾ 3 പേരും. ഉടനെ പക്ഷേ പുള്ളി അത് കറക്റ്റ് ചെയ്തു. നമ്മൾ 3 പേരും അനുമോൾ. എന്തോ അല്ലേ.